ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. എന്ന് പറയുമ്പം ഇവിടെ ഒമാനിലെ നാഷണൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ദിവസത്താണ്. അപ്പോൾ വീഡിയോ വരുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. നേരെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ നല്ല വെളിച്ചമുണ്ടാവുന്നുണ്ട്. ഞാൻ ഇവിടെ രാവിലെ ഒന്നും തീരെ ലൈറ്റ് ഉപയോഗിക്കാറില്ല, പക്ഷെ ഇത് വീഡിയോ എടുക്കുന്ന കാരണം കേട്ടോ ലൈറ്റ് ഇട്ടത്. അങ്ങനെ നേരെ ചായ വെക്കണം. വല്ലപ്പോഴൊക്കെ ചായ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഒന്ന് നേരെ ചായ വെക്കാൻ വേണ്ടിയിട്ടൊന്നു, അല്ലെങ്കിൽ ഞാൻ വല്ല ഓട്സോ അങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങൾ കഴിക്കാറുള്ളത്. അങ്ങനെ ചായയൊക്കെ തിളച്ചു. ചായ എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് എന്താ പറയുക, കൂടെ കഴിക്കാനൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ചായയും ബ്രെഡുമാണ് കഴിക്കുന്നത്. ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങനെ സിങ്കിൻ്റെ അടുത്ത് നിന്നാണ് ഒഴിക്കാറുള്ളത്. അതെപ്പോഴും എൻ്റെ അടുത്ത് സ്പ്ലിറ്റായി പോകും, എങ്ങനെയാണെന്നറിയില്ല. അതിന് വല്ല പോകാൻ വഴിയുണ്ടോ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെന്താണ്, പറഞ്ഞ പോലെ തന്നെ ബ്രെഡും ചായയാണ് കേട്ടോ രാവിലെ കഴിക്കുന്നത്. രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. ഇക്കാവ് അങ്ങനെ തന്നെ അങ്ങനെ ഓവർ ഹെവി ആക്കിയാൽ കഴിക്കാൻ പറ്റില്ല. എനിക്ക് തീരെ പറ്റില്ല ആ ടൈമിലൊന്നും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നല്ലാതെ അങ്ങനെ വലിയ ഹെവി ആയിട്ടൊന്നും പറ്റില്ല. ഒരു 9 മണിയൊക്കെ ആവുകയാണെങ്കിൽ ഓക്കെ, ഒരു പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ആ ടൈമിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഇയാൾക്ക് ഓഫീസിലേക്ക് പോവാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ്. അങ്ങനെ പിന്നെ നേരെ എന്താ പറയുക, കാര്യമായിട്ട് പരിപാടി ഞാൻ കുറച്ച് നേരം പോയിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കലാണ് പതിവ്. പക്ഷേ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. കുറേ ആയി പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട്. അങ്ങനെ ഒരു സമയം ഞങ്ങളിങ്ങനെ ഷോപ്പിന് പോയ സമയത്ത് വില കുറവില്ല ഇങ്ങനെ വാഴൻ്റെ ഇല കണ്ടപ്പോൾ വാങ്ങി വെച്ചതായിരുന്നു. അപ്പോൾ അത് വേഗം പൊളിച്ച് നോക്കുകയാണ്. കുറച്ച് ദിവസമായി, ഒരു 1 വീക്കൊന്നും ആയിട്ടില്ലെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ ആയി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇനി എന്ത് കേടായണോന്ന് ഫസ്റ്റ് തന്നെ നോക്കാം. വലിയ കാര്യത്തിൽ ബാക്കിയൊക്കെ ചെയ്ത് ഇനിയിപ്പം വാഴൻ്റെ ഇല എടുത്ത് നോക്കുമ്പോൾ അത് കേടായി കിടക്കുകയാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോൻ്റെ ഒരു കാരണം തന്നെ ഈ പൊതിച്ചോറാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊതിയാകുമ്പോൾ. അപ്പോൾ ഞാൻ ഈ വാഴൻ്റെ ഇല വാങ്ങിയപ്പോൾ കുറേ പ്ലാനുകളുണ്ട്. അട ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ്. ഇവിടെ എപ്പോഴും ഇത്ര അവൈലബിൾ ആയിട്ടുള്ള സംഭവമല്ല ഇത്. അപ്പോൾ ഇതാണ് കുറച്ച് വില കുറവിൽ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇല കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി വെച്ചതിന് ശേഷം എപ്പോഴും ചെയ്യുന്ന പരിപാടി തന്നെ, എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഫ്രീസറിന് വേണ്ട സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് ഡെയിലി റൊട്ടീൻ എന്നൊക്കെ പറയാം. ലഞ്ചിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. അങ്ങനെ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചടി പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം. പിന്നെ ചെമ്മീനാണെന്നുള്ളത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റും ഓംലെറ്റും ചമ്മന്തി പിന്നെ ഉപ്പിലിട്ട സംഭവം ഉണ്ട്. അതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പൊതിച്ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉപ്പേരിയാണ് വെക്കുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചെറിയതും ചില്ലി ഫ്ലേക്സും ഉപ്പിട്ടിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടോ നല്ലോണം സോട്ട് ചെയ്തിട്ട് നമ്മൾ സാധാ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പിന്നെ എനിക്ക് എപ്പം കുക്ക് ചെയ്യുകയാണെങ്കിലും എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കും. ഇതുപോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഉപ്പേരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി. പിന്നെ അടുത്ത പരിപാടി ബീട്രൂട്ട് പച്ചടി പോലത്തെ ഒരു സംഭവം, ഒരു തൈരൊക്കെ ഉള്ളൊരു സംഭവമാണെന്ന് പ്ലാൻ ചെയ്തത്. അപ്പം ബീട്രൂട്ട് കുറച്ച് ഉപ്പ്, പച്ചമുളക് ഇട്ടില്ല, അതിൻ്റെ പകരം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനിയിപ്പം ബീട്രൂട്ടിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം കേട്ടോ. പച്ചമുളക്, തേങ്ങ, അതുപോലെ തന്നെ നേരത്തെ ചതച്ച് വെച്ചത് ചെറിയ ജീരകമായിരുന്നു. അതൊക്കെ ഇട്ട് നല്ലോണം ചോപ്പറിൽ വലിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ മിക്സി ചെറിയ പണി മുടക്കിയ കാരണമാണ് ഇത്തിരി റിസ്ക് എലമെൻ്റ് ഇതിൽ. എന്നാലും സാരമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ അത് ഫുൾഫിൽ ചെയ്യൽ നമ്മളെ കൂടെ ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ചുറ്റുള്ളതൊക്കെ റെഡിയാകാൻ വേണ്ടി കാത്തിക്കണ്ട. നമ്മുടെ അടുത്തുള്ള ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, എല്ലാ കാര്യവും കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ക്രേവിങ്സ് ആണെങ്കിലോ നമ്മൾ സെൽഫ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ശരിക്കും ഇതൊക്കെ ഒരു സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. പിന്നെ എന്തായിരുന്നു ഇപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഇതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ ചോപ്പറിലിട്ട് നല്ലോണം ക്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ.
അപ്പോഴേക്കും നമ്മളെ ബീട്രൂട്ടൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഇടുക കേട്ടോ. ഇവിടെ കുറച്ച് കട്ട തൈരാണ് ഉള്ളത്. നാട്ടിൽ നല്ല പുളിയുള്ള തൈരൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതും അടിപൊളിയാണ് കേട്ടോ. എന്താണ് ഈ തൈര് നമ്മൾ ഈട് ചെയ്ത പാടെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും എന്താ പറയുക നമ്മൾ വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മളെ ബീട്രൂട്ടിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, നമ്മൾ പൊതിച്ചോറിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത സംഭവമാണ് ഓംലെറ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഓംലെറ്റാണ് റെഡിയാക്കി വെക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് സാധാ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റ് കേട്ടോ. അങ്ങനെ നമ്മളെ ഓംലെറ്റ് റെഡി ആയിട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചമ്മന്തി കൂടി റെഡിയാക്കിയിട്ടുണ്ട്, ഒരു നോർമൽ ചമ്മന്തി. ഇനി അടുത്തത് ചെമ്മീൻ്റെ പരിപാടിയാണ്. ചെമ്മീനിലേക്ക് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബാക്കോട്ട് വെച്ചതാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനിട്ടിട്ട് അത്യാവശ്യം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു പരിവാകുമ്പം കുറച്ച് ഉള്ളി അതിലേക്ക് ചേർത്തെടുക്കുക. കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. എനിക്ക് പിന്നെ രണ്ടാമത് മുറിക്കാനുള്ള മടി കാരണം ഞാൻ അത്ര ഇട്ടിട്ടുള്ളൂ. കുറച്ചും കൂടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി, സിമ്പിളല്ലേ. അപ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീനും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറിലേക്ക് കാര്യമായിട്ട് വേണ്ടി അച്ചാറും ഒരു ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ട വേറെ ഒന്നുമില്ല, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ റെഡി ആയി കേട്ടോ. പിന്നെ നമ്മളൊക്കെ പ്ലാൻ ചെയ്തത് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ അല്ലേ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അടുത്ത പരിപാടി വാഴയില എന്താ പറയുക വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരിപാടിയിലാണിപ്പോൾ. അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുത്തിട്ടോ. ഇത് സംഭവം പറയാനിങ്ങനെ എളുപ്പമാണെങ്കിൽ ഒരു ആയുധം വെച്ചുള്ള ഒരു കളിയാണല്ലോ. എന്നിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വരെ എനിക്ക് 2-3 പ്രാവശ്യം എൻ്റെ കൈ നല്ലോണം പൊള്ളി. ഇനിയുള്ള പരിപാടിയാണ് ഏറ്റവും അടിപൊളി, പൊതിച്ചോറ് സെറ്റാക്കുക. നമ്മളുണ്ടാക്കിയ എല്ലാ സംഭവവും വെച്ചിട്ട് പൊതിച്ചോറ് സെറ്റാക്കലാണ്. ഇനിയുള്ളതിന് ശരിക്കും എനിക്കൊരു ടാസ്ക് കിട്ടുമോ, ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടിയും ഇതെങ്ങനെ പൊട്ടാതെ മടക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഞാനിത് മടക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇവിടെ പേപ്പറോ ഒന്നും കാണുന്നില്ല. അങ്ങനെ അവസാനം പിന്നെ ഇവിടെ വരെ എത്തിയല്ലോ, പിന്നെ പിന്മാറുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് അത് മടക്കാം കേട്ടോ. ഭയങ്കര പിന്നെ എന്താ പറയുക സക്സസ്ഫുള്ളി ഞാനതങ്ങനെ നല്ല വൃത്തിയിൽ തന്നെ മടക്കി പൊട്ടൊന്നും ചെയ്യാതെ. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഞാൻ വീടൊക്കെ ഒന്നും കൂടി ഇങ്ങനെ തപ്പി തരുന്നപ്പോഴാണ് ഒരു 2-3 മാസിക കണ്ടത്. അപ്പോൾ ചെറിയ പേപ്പറാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. 1-2 പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ മാസികേൻ്റെ പേജിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടി അത് കവർക്ക് ചെയ്ത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായത്. ഇനി ലീക്കൊക്കെ ആയി പറ്റലമ്പാവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അത് സെറ്റായി. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ നേരം കാണാം കേട്ടോ. ആരും പോവല്ലേ, ഞാനൊരു സംഭവം കൂടെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് നാഷണൽ ഡേ ആണ്. അപ്പോൾ ഞങ്ങളിവിടെ ഫ്ലാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു റൂമിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ടാഗും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി കാക്കത് വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ശരിക്കും എന്താ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളിതൊക്കെ വാങ്ങുമല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യേണ്ടത് കണ്ടപ്പോൾ ശരിക്കും. പിന്നെ ഇത് ഫ്രണ്ട്സ്, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടൈമാണിത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ 9:30ക്ക് കെട്ടി വെച്ചതാണ് കേട്ടത്. അപ്പോൾ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോൾ അത് തുറക്കുന്നത്. ഇത് കാക്കാൻ കേട്ടത് സംഭവം ഇത് ഓപ്പൺ ആക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി കിട്ടീനെ. പിന്നെ ഇതാണ് എൻ്റെ കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. താങ്ക് യു. സത്യം പറഞ്ഞാൽ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കും വരെ എനിക്ക് അത്രക്കും കൊതിയാവുണ്ട്, അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങളെ വാഴൻ്റെ ഇല കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ സംഭവം അടിപൊളിയായിരുന്നു എന്ന്.
ഇനി രാത്രിയിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇവിടുത്തെ നാഷണൽ ഡേ ആണെന്ന്. അത് കാരണം ഒമാനിൽ 3 സ്പോട്ടിലായിട്ട് ഫയർ വർക്ക് നടക്കുന്നുണ്ട്. അതിലൊരു സ്പോട്ട് നമ്മളെ അതിൻ്റെ അടുത്താണ് കേട്ടോ, ഞങ്ങളെ ഏരിയയിലാണ്. പക്ഷെ ഞങ്ങൾ ആ പക്ക സ്പോട്ടിലേക്ക് പോകുന്നില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ റോഡ് കണ്ടാൽ മനസ്സിലാവും എന്താ പോകാത്തതിൻ്റെ കാരണം. ട്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അതിൻ്റെ പകരമായിട്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, നല്ല ക്ലിയറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന. അതിൽ പകുതി ആൾക്കാർ അങ്ങോട്ട് തന്നെ ആയിരിക്കും കേട്ടോ, പകുതി നല്ല മൊത്തം ആളുകളും. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമല്ലോ, ഫ്ലാഗ് പിടിച്ചിട്ടൊക്കെ കുറേ കുട്ടികളും ആളുകളൊക്കെ ആയിട്ട് ഒരു ആഘോഷം. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്, ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ നിരങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ഇതിൽ കുറച്ച് സ്പീഡ് പോലെ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തിയപ്പോഴാണെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അത്രക്കും ആളുകളായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. ക്ലിയർ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പറഞ്ഞത്. അങ്ങനെ 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 8:05 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ എത്ര ആളുകളാണെന്ന് അറിയണ്ടേ. ഇവിടെ ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചുമ്മാ വന്ന ആളുകളൊന്നുമല്ല, ഒരു ഫാമിലി മൊത്തമായിട്ട് ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ വന്നത്. ടേബിള്, ചെയർ, ഫുഡ്, കവ്വ, അങ്ങനെ എന്താ പറയുക, ഫുൾ സെറ്റപ്പിലാട്ടോ അവർ വന്നിട്ടുണ്ടാവുക. ഈ ഫയർ വർക്ക് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും ഫാമിലി ആയിട്ട്. അങ്ങനെ നന്നായിട്ട് വരുന്നതാട്ടോ ഇവർ. ഇത് എത്രത്തോളം ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ അത്ര ഭംഗിയിൽ കിട്ടുന്നില്ല എൻ്റെ ഫോണിൽ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയാം, അത്രയ്ക്ക് രസമായിരുന്നു. ക്ലിയർ 30 മിനിറ്റ്സ് ആട്ടോ ഈ ഫയർ വർക്ക് ഉള്ളത്. ക്ലിയർ 8:30 ആകുമ്പോൾ അത് സ്റ്റോപ്പായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ശരിക്കും ഓടിയാണ് കാറിലേക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും. കാരണം അത്രക്കും വണ്ടികളുണ്ട് കേട്ടോ അവിടെ. പിന്നെ എന്താ പറയുക, ഞങ്ങളങ്ങനെ വേഗം തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കുറച്ച് കുട്ടികൾ എന്താ പറയുക, ചെറിയ ഒരു പ്രോഗ്രാം സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അത് ഫോണിൽ ക്ലിയറായിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് സംഭവം അത് റെക്കോർഡ് ഇല്ലേ. ഞാനത് റെക്കോർഡ് എന്താ പറയുക, ബട്ടൺ വെക്കാതെയായിരുന്നു വീഡിയോ പിടിച്ചത്. അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അത് നല്ല ഭംഗിയുണ്ട് കേട്ടത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ മിഷ്കാഗ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ ഇറങ്ങി കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ബീഫിൻ്റെയും സ്കിഡിൻ്റെ കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. 2-4 രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡിന്നറൊന്നും ഞങ്ങൾ ഉണ്ടാക്കാൻ വന്നിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു വെജ് മാൻചോ സൂപ്പും ഒരു സൂപ്പാട്ടോ 1/2 ആക്കിയതും, അതുപോലെ തന്നെ ഒരു ഷെസ്വാൻ നൂഡിൽസും വാങ്ങിട്ടോ. ഒന്ന് വാങ്ങിയിട്ടുള്ളൂ 2 പേർക്കും കൂടെ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങനെ പറയാറില്ല, അപ്പോൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.